അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് വന്നിട്ട് ഡ്യൂട്ടിയില്ലെങ്കിൽ പായസം വയ്ക്കുമെന്ന്. അപ്പം പായസം വയ്ക്കാൻ പോവുകയാണ്. അരി ഞാൻ വന്നപ്പോഴേ വെള്ളത്തിൽ ഇട്ടിരുന്നു. വന്നിട്ട് കുളിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പോണ കസ്റ്റമറിൻ്റെ അടുക്ക എന്നും ചിക്കനും വയ്ക്കണം. അപ്പം വന്നിട്ട് പിന്നെ അതൊക്കെ വെച്ചിട്ട് വന്നിട്ട് കുളിക്കാതെ ഇത് വയ്ക്കുന്നത്, അതുകൊണ്ട് വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ചിട്ട് ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മറ്റേ നമ്മുടെ നാട്ടിലെ നാടനരി പച്ചരി ഉണ്ടല്ലോ, അത് ഇന്നലെ എൻ്റെ ശ്രീലങ്കൻ കസ്റ്റമർ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു. കടലയും പയറും ഇതൊക്കെ. കടലയും ഞാൻ കുക്കറി വെച്ചേക്കുന്നു വേവിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നെന്തായാലും അതുകൊണ്ട് എനിക്ക് പാൽപ്പായസം വയ്ക്കാനായിട്ട് അരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് പറഞ്ഞില്ല, അവർ ശ്രീലങ്കൻ കസ്റ്റമർ വന്നപ്പോഴത്തേനും അവരെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ വർഷത്തേക്ക് ഇവരുടെയൊക്കെ വന്ന് നിൽക്കും. രണ്ടുപേരും, പയ്യൻ്റെയും വരും, അവൾക്കുള്ള മോളതും വരും. അപ്പോഴത്തേന് എൻ്റെ വലിയ കാര്യമൊന്നും ഞാനുമായിട്ട് നല്ല കൂട്ടണം. അപ്പം അവിടെ മോളമ്മ എനിക്ക് ചുരിദാറും ഹസ്ബൻഡിന് ഷർട്ടും ഒക്കെ കൊടുത്തു. അപ്പം എന്നിട്ട് ഇന്നലെ വീഡിയോ ഒക്കെ വിളിച്ചപ്പോൾ എല്ലാം ഇഷ്ടമായെന്നൊക്കെ ചോദിച്ചു. അളവറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശ്രീലങ്കക്കാരല്ലേ, തമിഴാണ്. അപ്പം നമുക്ക് അവരെ തമിഴ് അത്ര അങ്ങോട്ട് വ്യക്തമാവില്ല. എന്നാലും അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എൻ്റെ മലയാള ഭാഷ അവരൊക്കെ അങ്ങോട്ട് അറിയത്തില്ല. അങ്ങനെ എല്ലാം ഇഷ്ടമായെന്നൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങനെ ഓരോരുത്തർ ഓർത്തിരിക്കുന്നെന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണല്ലോ. അത് ഓർത്തെനിക്ക് അവർ കൊടുത്തു വിട്ടല്ലോ ഡ്രസ്സൊക്കെ. അപ്പം അത് ഇന്നലെ അതൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഇന്നിപ്പം വീഡിയോ എടുക്കാൻ പറയുന്നു. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന റോസ് പച്ചരിയാണ്. അപ്പോൾ അത് വെച്ച് പാൽപ്പായസം ഉണ്ട്. രശ്മിക്കുണ്ട്, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഇല്ല. എൻ്റെ ഇപ്പം ശ്രീലങ്ക അവർ വന്നതുകൊണ്ട് എനിക്ക് ചേർത്തുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. വീട് മൊത്തം പൊടിയും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്, മൊത്തം ക്ലീൻ ചെയ്യണമെന്ന്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവിടെ ക്ലീനിങ് ആയിരുന്നു. അപ്പം അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പം ബുധനാഴ്ച അവിടെ പോയാൽ ഉച്ചയ്ക്ക് ശേഷം. അപ്പം കടല ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിരുന്നു. ഇപ്പം കുക്കറിൽ വെച്ച് ഇനിയിപ്പം പായസം ഇതിനുള്ളത് വെക്കാൻ പോകണം. അപ്പോൾ എല്ലാം ഞാൻ മോളെ വിളിച്ചപ്പം പാൽപ്പായസം വയ്ക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിന് അയ്യോ പാൽപ്പായസം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ വെച്ച് കൊടുത്തേനെ, പാവം. അപ്പോൾ പാൽപ്പായസം വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ ആരും ഇല്ലെന്നും പറഞ്ഞാണ് ഇവിടെ വന്നത് കിച്ചണിൽ. പക്ഷേ എൻ്റെ കൂടെ ഇപ്പം നേപ്പാളി പെണ്ണുണ്ട്. അതിനാണെങ്കിൽ എപ്പോഴും ഒരു സ്വഭാവമല്ല. ഞാനിപ്പം ഇവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പാട്ടും പടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി പായസമൊക്കെ വെച്ചിട്ട് വരാം. അങ്ങനെ ഇതെല്ലാം പായസമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു, ഇവൾക്കും ഇല്ലായിരുന്നു, എനിക്കും ഇല്ലായിരുന്നു, നമുക്ക് കുറച്ച് പേരൊക്കെ ഇല്ലായിരുന്നു. അപ്പം റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നു. അപ്പം ഞാൻ ബ്രഷ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവൾ ഭയങ്കര മടിച്ച് പെണ്ണാണ്. ബ്രഷ് ചെയ്യാൻ ശാലിനി നീ ബ്രഷ് ചെയ്യണ്ട, ഞാൻ ബ്രഷ് ചെയ്യാൻ, നീ മോപ്പ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ മോപ്പ് ചെയ്യുന്ന അവൾ ബ്രഷും ചെയ്യാണ്. ഇതാണ് നേപ്പാളീസിൻ്റെ വിളക്ക് എത്തിക്കുന്നിടം. മഹാവിഷ്ണു ഇരിപ്പുണ്ട്. ഇപ്പം ഇതാണ് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. പാൽപ്പായസവും വെച്ച് പാൽപ്പായസവും വെച്ച് കടലയും ഫ്രൈ ചെയ്ത് വെച്ച് പാൽപ്പായസം കണ്ടല്ലോ എല്ലാവരും.